വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. പാവനമായ റബീഉൽ അവൽ മാസം ഈ സുന്ദരമായ സുദിനത്തിൽ നിങ്ങളോട് സംവദിക്കാൻ അവസരം നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യം സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. 1400 സംവത്സരങ്ങൾക്കപ്പുറം മാനവ സമൂഹം മതപതനത്തിന്റെ അഗാധകർത്തത്തിലേക്ക് പതിച്ചിരുന്ന കാലഘട്ടത്തിൽ അക്രമത്തിന്റെയും അനീതിയുടെയും അനേകത്തിന്റെയും കൊടുങ്കാറ്റുകൾ ലോകത്തെങ്ങും മടിച്ചു വീശിയിരുന്നപ്പോൾ സത്യമതത്തിന്റെ സുന്ദര സന്ദേശവുമായി പ്രവാചകൻ പ്രഭു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യൻ മണലാരണ്യത്തിൽ എത്തി. ജനന സമയത്ത് തന്നെ പല മഹാ അത്ഭുതങ്ങളും ഉണ്ടായത് അവിടുത്തെ ശ്രേഷ്ഠതയ്ക്ക് സായുധം ചാർത്തുന്നു. എന്നാൽ 6-ാം നൂറ്റാണ്ടിലെ ക്രൂരരും അക്രമികളുമായ ഒരു ജനവിഭാഗത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞ് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ അവരുടെ മുഖം വിമർണമാവുകയും ആ ചോര പൈതലിനെ ജീവനോടുകൂടി കുഴിച്ചു മൂടുകയും ചെയ്തിരുന്നു. അക്രമവും കൊള്ളയും കൊലയും കൊണ്ടും കൊടുത്തും നിത്യസംഭവമാക്കിയ ആ സമൂഹം മദ്യത്തിലും മദിരാക്ഷിയിലുമായിരുന്നു സായുധം കണ്ടെത്തിയിരുന്നത്. മനുഷ്യനതിന്റെ പാഠഭാഗം പോലും വായിക്കാത്ത സംസ്കാര ശൂന്യരായ ആ ജനവിഭാഗങ്ങളിലേക്കാണ് സന്മാർഗത്തിന്റെ സന്ദേശവുമായി പ്രവാചകൻ എത്തിച്ചേർന്നത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വിമർശനത്തിലെ കൂരപ്പുകൾ നെയ്തെറിയുകയും ചെയ്തു. എങ്കിലും പതറാത്ത പാദത്തോടും ചിതറാത്ത ചിഹ്നത്തോടും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം തുടരുകയും അങ്ങനെ വെറും 23 വർഷം കൊണ്ട് നീതിയുടെയും ധർമ്മത്തിന്റെയും വെളിച്ചം കാണാത്ത അന്ധകാരത്തിൽ ജനിച്ചു വളർന്ന ഭീകര ഹൃദയങ്ങളിലേക്ക് സന്മാർഗത്തിന്റെ പൊൻപ്രഭ ചെരിഞ്ഞുകൊണ്ട് അവരെ ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമായി മാറ്റിയെടുത്തു. അതാ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മാറ്റമാണ്. ഇതുകൊണ്ടാണ് ലോകത്തിലെ ചരിത്രകാരന്മാരും ചിന്തകാരന്മാരും എല്ലാം അവരുടെ നാവിന്റെ തുമ്പിലൂടെയും തൂലിയുടെ തുമ്പിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിക്കുന്നത്. ഇത് മാത്രമല്ല, സ്വരാജ്യ സ്നേഹം ഇസ്ലാമിക പാഠമാണെന്ന് പഠിപ്പിച്ച പ്രവാചക സന്ദേശം ഈ വർത്തമാന കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമാണ്. മനുഷ്യരോട് മാത്രമല്ല, ലോകത്തിലെ സകല സഹജീവികളോടും കരുണ കാണിക്കാൻ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു തള്ളക്കുഞ്ഞിൽ നിന്ന് അതിന്റെ കുഞ്ഞിനെ വേർപിരിച്ച ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ തിരിച്ചു വെച്ച് കരുണ കാണിക്കാൻ പറഞ്ഞത് ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. നിന്റെ അയൽവാസി അന്യവിശ്വാസിയാണെങ്കിലും അവനെ നീ ബഹുമാനിക്കുക എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ എന്റെ സമുദായത്തിൽ പെട്ടതല്ല എന്ന് വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികൾക്കിടയിൽ സ്നേഹവും ഐക്യവും നിലനിർത്താനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. വിശ്വാസികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സലാം പറയൽ സുന്നത്താക്കിയതിന്റെ പ്രധാന കാരണം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റു മതസ്ഥരോട് നല്ല രീതിയിൽ തന്നെയായിരുന്നു പെരുമാറിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണസമയത്ത് അദ്ദേഹത്തിന്റെ പുതപ്പ് ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലായിരുന്നു എന്നത് നമുക്ക് ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ഇത് മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രം ഇത് തന്നെയാണ് നമ്മളോട് വിളിച്ചു പറയുന്നത്. ഇസ്ലാമിന്റെ പ്രകാശവുമായി കേരളത്തിൽ എത്തിയ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു സംഘത്തെ ഇളനീർ നൽകി സ്വീകരിച്ചത് ഒരു അന്യമതസ്ഥനായിരുന്നു എന്നത് കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാത്തിനും അപ്പുറം പ്രകൃതിയോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുണ്ട്. യുദ്ധഭൂമിയിലാണെങ്കിൽ പോലും ഒരു മരത്തെയും വെട്ടിമുറിക്കരുത് എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെടി നട്ടു വളർത്തിയാൽ ആകാശത്തിലൂടെ പറക്കുന്ന പറവകൾ അതിന്റെ ഫലം ഭക്ഷിക്കുകയോ അതിന്റെ തണൽ കൊള്ളുകയോ ചെയ്താൽ പോലും അവർക്ക് പ്രതിഫലം ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിലെ ആരെല്ലാം
ആത്മാർത്ഥമായി തള്ളി പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാമിനെ ആത്മാർത്ഥമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരാൾക്കും തന്നെ പരിശുദ്ധ ഇസ്ലാം ഒരു ഭാരമായോ പ്രയാസമായോ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ 1974 അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് ചിന്തകൻ നിൻറോ ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കുമായിരുന്നില്ല. ഇങ്ങനെ എത്രയോ ചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാം ഇസ്ലാമിന്റെ സമീപനം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അവരെ കുറിച്ചെല്ലാം ഇവിടെ സൂചിപ്പിക്കൽ അസാധ്യമാണ്. നിങ്ങളെല്ലാവരും പരിശുദ്ധ ഇസ്ലാമിനെ ഇഷ്ടപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി നല്ല വ്യക്തിത്വങ്ങളാവുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി.